സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഓവറോൾ കിരീടം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനം കോഴിക്കോട് ജില്ലയ്ക്ക്, നാലാം സ്ഥാനം കരസ്ഥമാക്കി തൃശൂർ. കുതിരാനിലെ ഒന്നാം തുരങ്കം അടച്ചു. തുരങ്കത്തിന്റെ മുകൾ വശം കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അടച്ചത്. മമ്മദ്പടി മുതൽ 2 കിലോമീറ്ററോളം നിയന്ത്രണം ഏർപ്പെടുത്തി. ബിജെപിയുമായി ചങ്ങാത്തം കൂടുന്ന കോൺഗ്രസിനെ തൃശൂരിൽ തോൽപ്പിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ബൽക്കീസ് ബാനുവിനോട് മോദി സർക്കാർ മാപ്പ് പറയണമെന്നും ബിനോയ് വിശ്വം. കനത്ത മഴയെ തുടർന്ന് നാശം സംഭവിച്ച മുനയം ബണ്ട് താൽക്കാലികമായി പുനർനിർമ്മിക്കാൻ ധാരണയായി. ബണ്ടിന്റെ സ്ഥിതിഗതികൾ എംഎൽഎയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് കിരീടം. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ ജില്ല കിരീടം കരസ്ഥമാക്കിയത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ജില്ല കിരീടം നേടിയത്. സ്വർണ്ണക്കപ്പിൽ കണ്ണൂർ മുത്തമിടുന്നത് 4ാം തവണയാണ്. കോഴിക്കോട് ജില്ലയ്ക്കാണ് 2ാം സ്ഥാനം. 949 പോയിന്റ് നേടിയാണ് കോഴിക്കോട് 2ാം സ്ഥാനം നേടിയത്. 936 പോയിന്റ് നേടിയ പാലക്കാട് ജില്ല 3ാം സ്ഥാനവും 925 പോയിന്റ് നേടി തൃശൂർ ജില്ല 4ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം പത്മശ്രീ ഭരത് മമ്മൂട്ടി നിർവഹിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ വി. ശിവൻകുട്ടി, ജി.ആർ. അനിൽ, ജെ. ചിഞ്ചു റാണി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത കുതിരാൻ ഒന്നാം തുരങ്കം അടച്ചു. തുരങ്കത്തിന്റെ മുകൾ വശം കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അടച്ചത്. പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കമാണ് അടച്ചത്. തുരങ്കം അടച്ചതിന്റെ ഭാഗമായി ദേശീയപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മമ്മദ്പടി മുതൽ 2 കിലോമീറ്ററോളമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഒന്നാം തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാക്കിയ ശേഷം രണ്ടാം തുരങ്കത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യും. ബിജെപിയുമായി ചങ്ങാത്തം കൂടുന്ന കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോൽപ്പിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി എപ്പോഴും പറയും സ്വയം സേവകനെന്ന്. എന്നാൽ RSS സ്ത്രീവിരുദ്ധ സംഘമാണെന്നും ഒറ്റ സ്ത്രീകൾ പോലും സംഘടനയിൽ ഇല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒന്നും അറിയാത്ത സ്ത്രീകളെ വിളിച്ചുകൂട്ടി മോദി പറഞ്ഞ ഗ്യാരണ്ടികൾ പൊള്ളയാണ്. ബിജെപി ആദ്യം വഞ്ചിച്ചത് സ്ത്രീകളെയായിരുന്നു. തൃശൂരിലും LDF വിജയം നേടുമെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. യഥാസമയത്ത് LDF സ്ഥാനാർത്ഥി തൃശൂരിൽ വരും. പരാജയം ഉറപ്പായ സുഹൃത്തിന്റെ ജൽപ്പനമാണ് പ്രതാപന്റേത്. ബൽക്കീസ് ബാനുവിനോട് മോദി സർക്കാർ മാപ്പ് പറയണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, യഥാസമയത്ത് LDF സ്ഥാനാർത്ഥിയായി തൃശൂരിലും ഒരു ഉചിതമായ സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടാകും. ആ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായി അരിവാൾ കതറടയാളത്തിൽ മത്സരിക്കും, വിജയം വരും. പരാജയം ഉറപ്പാക്കപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ജൽപ്പനം എന്നല്ലാതെ അതേപ്പറ്റി ഒന്നും പറയാനില്ല. എല്ലാവർക്കും അറിയാം, പ്രതാപൻ്റെ മത്സരത്തിന് വേണ്ടിയ തൃശ്ശൂരിൽ 2ാം സ്ഥാനമാണോ അതോ 3ാം സ്ഥാനമാണോ, അതാണ് പ്രതാപൻ്റെ മത്സരം. പ്രതാപൻ നോക്കേണ്ടത് 3ാം സ്ഥാനമാകാതെ 2ാം സ്ഥാനം എങ്കിലും ആക്കാൻ പ്രതാപൻ നോക്കിയാൽ കൊള്ളാം. അല്ലാതെ നടക്കാത്ത കാര്യം പറഞ്ഞ് ചുമ്മാതെ നേരം പാഴാക്കേണ്ട. CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വത്തിന് അന്തിക്കാട് സ്വീകരണം നൽകി. അന്തിക്കാട് സെന്ററിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് സംസ്ഥാന സെക്രട്ടറിയെ സ്വീകരിച്ചത്. ചടയൻ രക്തസാക്ഷി മണ്ഡപത്തിൽ ബിനോയ് വിശ്വം പുഷ്പചക്രം അർപ്പിച്ചു. എല്ലാ വെല്ലുവിളിക്ക് മുന്നിലും ഉയർത്തിപ്പിടിക്കുന്ന ആയുധമാണ് ഇടതുപക്ഷമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. KP രാജേന്ദ്രൻ, CN ജയദേവൻ, VS സുനിൽകുമാർ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, MLA-മാരായ P ബാലചന്ദ്രൻ, CC മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. കനത്ത മഴയെ തുടർന്ന് നാശം സംഭവിച്ച മുനയം ബണ്ട് താൽക്കാലികമായി പുനർനിർമ്മിക്കാൻ ധാരണയായി. ചാഴൂർ, പാറളം, ചേർപ്പ് മേഖലയിലെ 10,000-ഓളം ഏക്കറിലെ നെൽകൃഷി നശിക്കുന്ന സാഹചര്യത്തെ തുടർന്ന് കൃഷിയെയും പാടശേഖരത്തെയും കുടിവെള്ള ലഭ്യതയെയും ബാധിക്കാത്ത രീതിയിൽ മുനയം ബണ്ട് താൽക്കാലികമായി നീക്കം ചെയ്യാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബണ്ടിന്റെ സ്ഥിതിഗതികൾ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, CC മുകുന്ദൻ MLA എന്നിവർ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്നിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിബു തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു.
കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ചാലക്കുടി പുഴയിലെ കണക്കൻ കടവിൽ താൽക്കാലിക തടയണ പൊട്ടിച്ചു. സ്ഥിരം തടയണയിലെ 2 ഷട്ടറുകൾ തുറന്നു. മണൽ കൊണ്ടുള്ള തടയണയുടെ ഒരു ഭാഗം മാത്രമാണ് പൊളിച്ചത്. കനത്ത മഴയിൽ കുഴൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലായിരുന്നു. ജനുവരി 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സുരക്ഷ വിലയിരുത്തി പോലീസ് റിപ്പോർട്ട് നൽകും. ജനുവരി 20-ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് വിവാഹ സൽക്കാരം. ദേശീയപാതയിൽ പെരിഞ്ഞനത്ത് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് നേപ്പാൾ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. നബീൻ ഗൗതം എന്ന യുവാവാണ് മരിച്ചത്. സുഹൃത്ത് നൈന മൂലയിലാണ് കൂടെയുണ്ടായിരുന്നത്. ഇരുവരും മരം വെട്ട് തൊഴിലാളികളാണ്. 2 ആഴ്ചയോളമായി ഇടമുട്ടത്ത് താമസിച്ചു വരികയാണ് ഇരുവരും. ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന മാള സ്വദേശിയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം പാപ്പനംകോട് തുലവിളയ്ക്ക് സമീപം റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിടിച്ച് പഴഞ്ഞി കോട്ടോൽ സ്വദേശിയായ കളരി ഗുരുക്കൾ മരിച്ചു. കോട്ടോൽ കുട്ടംകുളങ്ങര ചന്ദ്രന്റെ മകൻ 42 വയസ്സുള്ള വിനീഷാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 3 തവണ വ്യക്തിഗത ചാമ്പ്യനായിട്ടുള്ള വിനീഷ് വിദേശികളടക്കം നിരവധി പേർക്ക് കളരിപ്പയറ്റ് അഭ്യസിപ്പിച്ചിട്ടുണ്ട്. 2010-ൽ ഡൽഹിയിൽ നടത്തിയ കോമൺവെൽത്ത് ഗെയിംസിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്താൻ കേരളത്തിൽ നിന്ന് പോയ 100 അഭ്യാസികളെ നയിച്ചത് വിനീഷായിരുന്നു. ഒല്ലൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഡോർ പൊളിച്ച് പുറത്തെടുത്തത്. ഇരുവരെയും ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി സ്വദേശി കബീർ, സഹായി നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒല്ലൂർ സെന്ററിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്കാണ് നിയന്ത്രണം വിട്ട വാൻ ഇടിച്ചു കയറിയത്. സീനിയർ ഫയർ ഓഫീസർ KA ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചാലക്കുടി പരിയാരം കുറ്റിക്കാടിൽ അടിപിടിക്കിടെ യുവാവിന് കുത്തേറ്റു. മേക്കാട്ട് വീട്ടിൽ രാഹുലിനാണ് കുത്തേറ്റത്. ഇയാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റിച്ചിറ സ്വദേശി കീഴ്പുള്ളി വീട്ടിൽ നിഷാദിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ ഇറിയാട് സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി വ്യാജം. പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് പരാതി കളവാണെന്ന് തെളിഞ്ഞത്. തീരമേഖലയെ ഭീതിയിലാഴ്ത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് ആന്റി ക്ലൈമാക്സ് സമ്മാനിച്ചത് പോലീസിന്റെ അന്വേഷണ മികവാണ്. പുതുവത്സര ദിനത്തിൽ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ 3-അംഗ സംഘം 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബലമായി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നും നമ്പർ പ്ലേറ്റ് മാറ്റുന്നതിനായി പ്രതികളിൽ ഒരാൾ കാറിൽ നിന്നും ഇറങ്ങിയ സമയം വിദ്യാർത്ഥി കാറിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നുമായിരുന്നു പരാതി. സംഭവമറിഞ്ഞ ഉടനെ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാലയത്തിലെയും വിവിധ സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വിദ്യാർത്ഥിയുടെ മൊഴിപ്രകാരമുള്ള കർണാടക രജിസ്ട്രേഷൻ വാഹനം കണ്ടെത്താനായില്ല. വിദ്യാർത്ഥിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെങ്കിലും കുട്ടി പറഞ്ഞ സമയവും സ്ഥലവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംഭവം നടന്നതായി പറഞ്ഞ സമയത്ത് മറ്റൊരു റോഡിലൂടെ കുട്ടി നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. തുടർന്ന് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി സത്യം വെളിപ്പെടുത്തിയത്. തന്റെ വീട്ടുകാരുമായി വിരോധമുള്ള വ്യക്തിയെ കുടുക്കുവാനാണ് തട്ടിക്കൊണ്ടുപോകൽ കഥ മെനഞ്ഞതെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു. ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച തന്റെ ബാഗ് കുട്ടി തന്നെ പോലീസിന് കാണിച്ചു നൽകി. പരാതിയുടെ യാഥാർത്ഥ്യം അറിയും മുൻപേ സമൂഹമാധ്യമങ്ങൾ വഴി കുപ്രചരണങ്ങൾ നടത്തിയ ചിലർ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ഇത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം. സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ കശ്യപൻ, CT രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PG ഗോപകുമാർ, NM ഗിരീഷ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. TCV കൊടുങ്ങല്ലൂർ. സീലിംഗ് അടർന്ന് വീണ അപകടാവസ്ഥയിലായ തിരുവില്ലാമലയിലെ കാട്ടുകുളം LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. കെട്ടിടം അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തും തുക വകയിരുത്തി. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ശനിയാഴ്ചയാണ് കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണത്. തൃശൂരിൽ നടന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ, നോൺ വൊക്കേഷണൽ ലെക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അറിവിനെയും വിജ്ഞാനത്തെയും ഒരുപോലെ അളക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവോടെ വിജ്ഞാനത്തെ കൂടി ഉൾക്കൊള്ളുന്ന സമൂഹമാക്കി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്.
വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാറ്റി നയിക്കാൻ കഴിയുന്നവരായി മാറണമെന്ന് അധ്യാപകരെ മന്ത്രി ഓർമ്മിപ്പിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ നോൺ വൊക്കേഷണൽ ലെക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റൂച്ചി പോൾ ഡാനിയൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ, മുൻ ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുമാർ, ചെയർമാൻ ഷാജി പാരിപ്പള്ളി, VHSE അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന തുടങ്ങിയവർ സംസാരിച്ചു. ഒരേ പാഠ്യപദ്ധതി പിന്തുടരുന്ന VHSEക്കും ഹയർ സെക്കൻഡറിക്കും സംയുക്ത സ്പെഷ്യൽ റൂൾസ് നടപ്പാക്കി ഇരു വിഭാഗങ്ങളെയും ലയിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സെമിനാറും സംഘടനാ തെരഞ്ഞെടുപ്പും നടക്കും. കാട്ടാറിനൊഴുക്കും മനോഹരമായ പ്രകൃതി ഭംഗിയുമുള്ള ഒരു കേരളത്തെക്കുറിച്ചാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത് മനോഹരങ്ങളായ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയുടെ ആരെയും ആകർഷിക്കാവുന്ന സൗന്ദര്യബോധം കൊണ്ടല്ല. കേരളത്തിന് അപകടകരമായ ഒരു കാലം ഉണ്ടായിരുന്നു. പഞ്ചമി എന്ന അക്ഷരം പഠിക്കാൻ കൊതിച്ച കുട്ടിക്ക് പള്ളിക്കൂടത്തിൽ ചെന്നിരിക്കാൻ കൊതി തോന്നിയതും, തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലം സ്കൂളിൽ പഠിക്കാൻ ചെന്ന കുട്ടിക്ക് പഠിക്കാൻ അവസരം കൊടുത്ത പുരോഗമന അധ്യാപകന്റെ ചെയ്തിയുടെ ഒറ്റക്കാരണം കൊണ്ട് ഊരുട്ടമ്പലത്തിലെ പള്ളിക്കൂടം ഒറ്റ രാത്രി അഗ്നിക്കിരയായതും ഇരുണ്ട കേരളത്തിന്റെ ചരിത്രത്തിലെ നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. ക്യാൻസർ രോഗികൾക്കും വയോജനങ്ങൾക്കും തണലൊരുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ആനന്ദിന്റെ നടത്തം ശ്രദ്ധ നേടുന്നു. കന്യാകുമാരിയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം കഴിഞ്ഞ് ചെന്നൈ വിജയ് TVയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് യാത്രകളുമായി നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം സനാതാലയം എന്ന ക്യാൻസർ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണെന്ന് ആനന്ദ് അറിയുന്നത്. കുട്ടികളും വയോജനങ്ങളുമുള്ള ക്യാമ്പ് ലീസിനെടുത്ത ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂമി വിൽക്കാൻ സ്ഥലം ഉടമകൾ ഒരുക്കം തുടങ്ങിയതോടെ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ വയനാട് സ്വദേശിയായ ക്യാമ്പ് നടത്തിപ്പുകാരന് സാധിച്ചില്ല. ക്യാമ്പ് മാറ്റിയൊരുക്കുന്നതിന് സുമനസുകളുടെ സഹായം ലഭിക്കുന്നതിനായാണ് ഓൾ കേരള യാത്രയ്ക്കായി ആനന്ദ് ഇറങ്ങിയത്. ഈ വാക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് മെസ്സേജാണ് എല്ലാവർക്കും ഉള്ളത്. എന്ത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ സനാതാലയം എന്ന് പറഞ്ഞൊരു ക്യാൻസർ കെയർ സെൻ്റർ ഉണ്ട്. ക്യാൻസർ കെയർ കിഡ്സിനുള്ളതുമാണ്. അതില്ലാതെ നമ്മൾ വയസ്സായ ആളുകൾ നോക്കണ ഒരു സ്ഥലമാണ്. അപ്പോൾ അവരിരിക്കുന്ന ഇടം ലീസിനിരിക്കണം. ആ ഇടത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള ആളാണ്. അപ്പോൾ അവർ ആ സ്ഥലത്തെല്ലാം സെയിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവർക്ക് ഇരിക്കാൻ ഒരു ഇടം ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പയറായി വരാൻ തോന്നിയത്. ഡിസംബർ മാസം 16 ആനന്ദ് തന്റെ യാത്ര ആരംഭിച്ചു. യാത്രയുടെ ലക്ഷ്യമറിഞ്ഞ ചിലർ സഹായഹസ്തവുമായി എത്തിയത് പ്രതീക്ഷ നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകൾ കടന്ന് യാത്ര മലപ്പുറം ജില്ലയിലെത്തി. വയനാട്, ഇടുക്കി, മൂന്നാർ വഴി തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. TCV കുന്നംകുളം. വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് ചടങ്ങിനിടെ അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചു. കൊരട്ടി LFCGHS സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയും അങ്കമാലി വാപ്പാലശ്ശേരി പയ്യപ്പള്ളി ഫിനോബിന്റെ ഭാര്യയുമായ 41 വയസ്സുള്ള രമ്യ ജോസാണ് മരിച്ചത്. +2 വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് സമ്മേളനത്തിനിടെ സംസാരിക്കാൻ എഴുന്നേറ്റ അധ്യാപിക കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ MTI ക്യാമ്പസിൽ കരകൗശല സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കരകൗശല പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. സാംസ്കാരിക മന്ത്രാലയത്തിലെ തൃശൂർ റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ മാനസി പാണ്ഡ്യ രഘുനന്ദൻ ഉദ്ഘാടനം ചെയ്തു. MTI പ്രിൻസിപ്പൽ മിനിമോൾ, കരകൗശല പ്രൊമോഷൻ ഓഫീസർ ചന്ദ്രകാന്ത സാഹ, ഭരതനാട്യം വിദഗ്ധൻ ഡോക്ടർ ഗുരു ശരത് പാണ്ഡ്യ, PM തച്ബി, C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസത്തെ പരിപാടിയിൽ മൺപാത്ര നിർമ്മാണം, മരം കൊത്തുപണി, ഹാൻഡ് എംബ്രോയിഡറി തുടങ്ങിയവയിൽ വിദഗ്ധർ തത്സമയ പ്രദർശനത്തിൽ പങ്കെടുക്കും. വേലൂരിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. വെങ്ങലശ്ശേരി സ്വദേശി വെൺമേനാട് വീട്ടിൽ ഉദയനാണ് വെട്ടേറ്റത്. പ്രദേശവാസിയായ അറയ്ക്കൽ പൊറിഞ്ചു ജോജിയാണ് വെട്ടിയതെന്നാണ് പരാതി. ജോജിയുടെ വീട്ടിലിരുന്ന് ഇരുവരും മദ്യപിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ഉദയനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർഷിക ജീവിതം ദുരിതത്തിലാക്കി മച്ചാട് മേഖലയിൽ വന്യജീവികൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നു. കാട്ടുപന്നികൾ നെൽകൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് മൂലം കർഷകരാണ് ഏറെ ദുരിതത്തിലായത്. തെക്കൻകരയിലെ മലയോര കാർഷിക മേഖലയായ പഴയന്നൂപ്പാടം മേഖലയിലെ കുറ്റിക്കാട് മലാകം പാടശേഖരത്തിലാണ് കാട്ടുപന്നി ആക്രമണം അതിരൂക്ഷമായി തുടരുന്നത്. പ്രദേശത്തെ 10 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് വന്യജീവി ശല്യം മൂലം നശിക്കുന്നത്. കാട്ടുപന്നികളും മയിലുകളുമാണ് കൃഷി നശിപ്പിക്കാൻ എത്തുന്നതെന്ന് കർഷകനായ ബാബു പറയുന്നു. മുൻകാലങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപകമായി ചെയ്തിരുന്നുവെങ്കിലും വന്യജീവി ശല്യം മൂലം ഇപ്പോൾ യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കർഷകർ പറഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നിലത്തിലെ പന്നി ഇറങ്ങി നശിപ്പിച്ചിട്ടിരിക്കണ ആകെ. പിന്നെ മയില്, തത്ത, ഇതെല്ലാ ഐറ്റംസും വന്ന് നശിച്ചുകൊണ്ടേയിരിക്കുന്നു.
ചുരുങ്ങിയത് ഒരു 10 ഏക്കർ ഭൂമി ഞങ്ങളിവിടെ പണിയെടുക്കുന്നുണ്ട്. അതിൽ ഈ കാണുന്നതാണ് ഈ സ്ഥലത്താണ് അധികവും പന്നിയും ഇതൊക്കെ വന്നിറങ്ങി ധരിക്കുന്നത്. അതുപോലെ കുറ്റിക്കാട് ഭാഗത്തും ഇറങ്ങുന്നുണ്ട്. കൃഷിക്കാരൻ്റെ സഹായത്തിൽ ചെന്ന് കൃഷി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കൈ മലത്തല്ലാണ്ട് അവർ യാതൊരു കാര്യത്തിനും ഇതിന് താല്പര്യപ്പെട്ടില്ല. മകളുടെ വീട്ടിലെത്തിയ അച്ഛനെ മരുമകൻ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. തലയിൽ ആഴത്തിൽ മുറിവേറ്റ വൈറ്റില സ്വദേശി പാറപ്പറമ്പിൽ ഗാന്ധിയെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മകൾ ജയയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ മാള പോലീസ് കേസെടുത്തു. മദ്യലഹരിയിലെത്തിയ ഉണ്ണികൃഷ്ണൻ മകളെ ഉപദ്രവിച്ചപ്പോൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സമീപത്ത് കിടന്നിരുന്ന കമ്പിവടിയെടുത്ത് തലയ്ക്കടിച്ചതെന്ന് ഗാന്ധി പറഞ്ഞു. ഭർത്താവ് കഴുത്തിന് ബലമായി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നാരോപിച്ച് ജയ മാള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർത്താക്കര പൂച്ചട്ടി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. റോഡിന്റെ വീതി കുറവുള്ള ഭാഗത്തെ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ഭൂ ഉടമകളുമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്താനും യോഗത്തിൽ PWD റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, PWD ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ അതിർത്തി പ്രദേശമായ ചക്കംകണ്ടം കായലോരത്ത് വ്യാപകമായ കയ്യേറ്റവും കണ്ടൽക്കാട് നശീകരണവും നടക്കുന്നതായി പരാതി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് കൗൺസിലിൽ പരാതി ഉന്നയിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാർഡ് കൗൺസിലർ AM ഷഫീർ ഇക്കാര്യം ശരിവെച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് ഉറപ്പു നൽകി. കൗൺസിലർമാർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ആവശ്യപ്പെട്ടു. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണെന്ന് ചെയർമാൻ പറഞ്ഞു. സർക്കാർ ഇക്കാര്യം നിരാകരിച്ചെങ്കിലും നിരന്തരം ഇതിനുവേണ്ടി പരിശ്രമിച്ചു വരികയാണെന്നും ചെയർമാൻ പറഞ്ഞു. നഗരസഭയുടെ വികസന സെമിനാർ ഈ മാസം 24-ന് നടത്താനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ചാവക്കാട് മണത്തല അയിനപ്പുള്ളി സ്വദേശി പൊന്നൂപ്പറമ്പിൽ വീട്ടിൽ നിജിത്തിനെയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് അടുത്തിടെയാണ് നിജിത്ത് പുറത്തിറങ്ങിയത്. ചേർപ്പിൽ വാക്കുതർക്കത്തെ തുടർന്ന് അടിയേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിന് സമീപം കുറുപ്പത്ത് വീട്ടിൽ 72 വയസ്സുള്ള കനകനാണ് മരിച്ചത്. ഡിസംബർ 17-ന് പരിസരവാസിയായ കണ്ടേശ്വരം സ്വദേശി രാജേഷ് മദ്യലഹരിയിൽ ഇയാളുടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. വാണിജ്യം. ജഗ്വാർ ബാത്ത്, ജഗ്വാർ ലൈറ്റിംഗ് എന്നിവയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ചിയാരം ആലുമിട്ട് വഴി ഫ്രണ്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിയാരം ആലുമിട്ട് വഴി ഫ്രണ്ട്സ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച ജഗ്വാർ ബാത്ത്, ജഗ്വാർ ലൈറ്റിംഗ് എന്നിവയുടെ ഉദ്ഘാടനം ജഗ്വാർ കേരള ഹെഡ് രൂപേഷ് കോശി നിർവഹിച്ചു. ഫ്രണ്ട്സ് ഏജൻസീസും SJ എന്റർപ്രൈസസും സംയുക്തമായാണ് സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പടവുകൾ കൈകാര്യം ചെയ്യുന്നത്. മോഡേൺ ഗ്രൂപ്പ് സെറാമിക് സെന്റർ സാരഥി വർഗീസ് മാത്യു ഭദ്രദീപം തെളിയിച്ചു. ഏറ്റവും അതിനൂതനമായ ഡിസൈൻസിലുള്ള ജാഗ്വാർ പ്രൊഡക്ട്സുകൾ കാണാനായിട്ട് സാധിക്കും. ഇന്ന് 3 ജാഗ്വാർ ഷോറൂമുകളാണ്, ജാഗ്വാർ ഗ്രൂപ്പിന്റെ 3 ബ്രാൻഡുകളാണ് ഇന്നിവിടെ ഇനോഗ്രേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രീമിയം ബ്രാൻഡായ ജാഗ്വാർ ബ്രാൻഡിന്റെ ഷോറൂമാണ് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഷോറൂം. ഇതിന് മുകളിലായിട്ട് ജാഗ്വാറിന്റെ മദർ ബ്രാൻഡായ എസ്കോയുടെ ഷോറൂമും ഇന്ന് ഇനോഗ്രേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജാഗ്വാർ ലൈറ്റ്സിന്റെ ഒരു ഷോറൂമും ഇന്ന് ഇവിടെ ഇനോഗ്രേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഫ്രണ്ട്സ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ സാരഥികളായ മിസ്റ്റർ ജോബി, മിസ്റ്റർ സജീവ്, മിസ്റ്റർ ജോയി, ഇവർ 3 പേരോടും ഇവരുടെ എല്ലാ സ്റ്റാഫുകളോടും ജാഗ്വാറിനുള്ള സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കട്ടെ. കോർപ്പറേഷൻ കൗൺസിലർമാരായ AR രാഹുൽനാഥ്, ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ, ജഗ്വാർ റീറ്റെയിൽ ഹെഡ് B പ്രദീപ്, ഫ്രണ്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പാർട്ണർമാരായ AK സജീവ്, ജോബി ജോർജ്, PO ജോയ് തുടങ്ങി സ്റ്റാഫ് അംഗങ്ങളും ബന്ധുമിത്രാദികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഓവറോൾ കിരീടം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 2ാം സ്ഥാനം കോഴിക്കോട് ജില്ലയ്ക്ക്, 4ാം സ്ഥാനം കരസ്ഥമാക്കി തൃശൂർ.
കുതിരാനിലെ ഒന്നാം തുരങ്കം അടച്ചു. തുരങ്കത്തിന്റെ മുകൾ വശം കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അടച്ചത്. മമ്മദ്പിടി മുതൽ 2 കിലോമീറ്ററോളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ബിജെപിയുമായി ചങ്ങാത്തം കൂടുന്ന കോൺഗ്രസിനെ തൃശൂരിൽ തോൽപ്പിക്കുമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ബൽക്കീസ് ബാനുവിനോട് മോദി സർക്കാർ മാപ്പ് പറയണമെന്നും ബിനോയ് വിശ്വം. കനത്ത മഴയെ തുടർന്ന് നാശം സംഭവിച്ച മുനയം ബണ്ട് താൽക്കാലികമായി പുനർനിർമ്മിക്കാൻ ധാരണയായി. ബണ്ടിന്റെ സ്ഥിതിഗതികൾ MLAയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.